ജെന്നി മാർക്സിനെയും വീട്ടി ഭട്ടതിരിപ്പാടിനെയും സൗഹൃദം ദേശീയവേദി അനുസ്മരിച്ചു. കാറൽ മാർക്സിന്റെ പത്നിയായ ജെന്നി മാർക്സിന്റെ ജന്മദിനവും സാമൂഹ്യ പരിഷ്കർത്താവായ വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ചരമദിനവുമായിരുന്നു ഫെബ്രുവരി 12. ഈ രണ്ടു മഹത് വ്യക്തികളെയും അനുസ്മരിച്ചുകൊണ്ടുള്ള സ്മൃതി സംഗമം സൗഹൃദം ദേശീയവേദിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് പബ്ലിക് ലൈബ്രറിയിൽ സംഘടിപ്പിച്ചു. പ്രണയവിശുദ്ധിയുടെയും സമർപ്പിത ത്യാഗത്തിന്റെയും പര്യായമായിരുന്നു ജെന്നി. പ്രഭു കുടുംബത്തിൽ ജനിച്ച് ദാരിദ്ര്യത്തെ വരിച്ച് 4 മക്കളുടെ മരണത്തിന് സാക്ഷിയായിട്ടും ഭർത്താവായ കാറൽ മാർക്സിന്റെ ലക്ഷ്യങ്ങൾക്ക് പിന്തുണ നിന്ന ജെന്നി അനന്യമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. കേരളീയ നവോത്ഥാനത്തിന് പുതിയ ദിശാബോധം പകർന്ന സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വീട്ടി ഭട്ടതിരിപ്പാട്. സ്വസമുദായത്തിലെ ദുഷ്കൃത്യങ്ങൾക്കെതിരെ നിലപാടെടുക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തിനും മുന്നേറ്റങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും സ്ത്രീകളെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കൊണ്ടുവരാൻ യത്നിക്കുകയും ചെയ്ത മനുഷ്യസ്നേഹിയായിരുന്നു വീട്ടി. കവികൾ, കഥാകൃത്തുകൾ, നാടക കലാകാരന്മാർ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരുൾപ്പെട്ട സമ്മേളനം വിലയിരുത്തി. പുരോഗമനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും നാടായ കേരളത്തെ ചൊല്ലി അഭിമാനം കൊള്ളുമ്പോൾ സാമൂഹ്യ ജീർണതയുടെ ഭൂതകാലത്തേക്ക് പിന്നടത്തം തുടങ്ങിയിട്ടുണ്ടോ എന്ന് യോഗം ഉത്കണ്ഠ രേഖപ്പെടുത്തി. അതിനാൽ തന്നെ കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സാമൂഹ്യ ഉത്തരവാദിത്തം വർദ്ധിച്ചിരിക്കുകയാണെന്നും യോഗം ഓർമ്മപ്പെടുത്തി. പി. വി. സഹദേവൻ രചിച്ച മാതൃരോദനം എന്ന നാടകം ജെന്നി മാർക്സിന്റെ ത്യാഗപൂർണമായ ജീവിതം അനാവരണം ചെയ്യുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഒരു തീയാടി പെൺകുട്ടി പകർന്നുകൊടുത്ത അക്ഷരവിദ്യയെ അഥവാ വിദ്യാഭ്യാസത്തെ സാമൂഹ്യ നവോത്ഥാനത്തിനുള്ള ഊർജ്ജ സ്രോതസ്സായി വിലയിരുത്തുന്ന വീട്ടി നവോത്ഥാന നായകന്മാരിൽ അഗ്രഗണ്യനാണ്. ജെന്നിയുടെ ജീവിതം പറയുന്ന മാതൃരോദനം എന്ന നാടകം പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. സ്മൃതി സംഗമത്തിന്റെ ഉദ്ഘാടനം കവി രവീന്ദ്രൻ മലയങ്കാവ് നിർവഹിച്ചു. സൗഹൃദം ദേശീയവേദി പ്രസിഡന്റ് പി. വി. സഹദേവൻ അധ്യക്ഷത വഹിച്ചു. ഗുരുജി ഗുരുവായൂരപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. സുഭാഷ് കുമാർ എം, ജയൻ അക്ഷരകല, സുനിൽ കല്ലേപ്പുള്ളി, അശോകൻ രാജീവം, ഖാദർ മൊയ്തീൻ കെ, അക്ബർ ബാദുഷ എച്ച്, ഹരി കൊടുന്തിരപ്പുള്ളി, സിനി അശോക്, ഫാത്തിമ ടീച്ചർ, മോഹൻരാജ് സി എന്നിവർ പ്രസംഗിച്ചു. കവിയരങ്ങും നടന്നു.